നാളെ ദീപാവലിയാണല്ലോ. ലക്ഷ്മി ദേവിയെ വരവേൽക്കുക എന്നാണ് ദീപാവലിയുടെ ഉദ്ദേശം. ദീപാവലിക്ക് പൂജയ്ക്കായി എന്തെല്ലാം ഒരുക്കണം? ദീപാവലി ദിനത്തിൽ ആഘോഷത്തിന് മാത്രമല്ല ആത്മീയതയ്ക്കും വലിയ പ്രാധാന്യമുണ്ട്. ഐശ്വര്യത്തിന്റെ പ്രതീകമാണല്ലോ ലക്ഷ്മി ദേവി. അതുകൊണ്ട് ലക്ഷ്മി പൂജ ദീപാവലി ദിനത്തിലെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഐശ്വര്യവും സമ്പത്തും പ്രദാനം ചെയ്യുന്ന ലക്ഷ്മി ദേവിയെ ആരാധിച്ചാണ് ദീപാവലിക്ക് തുടക്കം കുറിക്കുന്നത്. വരും വർഷം സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞതായിരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാനും ദേവപ്രീതിക്കായി പൂജകൾ നടത്താനും ആളുകൾ ഈ ദിനം മാറ്റിവെക്കുന്നു. ദീപാവലി പൂജയ്ക്ക് ഒരുക്കങ്ങൾ പലവിധത്തിലാണ്. ദീപാവലി ആഘോഷങ്ങളുടെ ഏറ്റവും പ്രധാന ഭാഗമാണ് ലക്ഷ്മി പൂജ. ലക്ഷ്മി പൂജയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ പുഷ്പങ്ങൾ, വിളക്ക്, മണി, സാമ്പ്രാണി, ചന്ദനം, സിന്ദൂരം, ശംഖ് എന്നിവയാണ്. താലത്തിൽ ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് ഇവയെല്ലാം. മറ്റു പലതും ഇതോടൊപ്പം വെക്കാം. എന്നാൽ വളരെ ലളിതമായ താലം തയ്യാറാക്കാൻ ഇതൊക്കെ മതി. താലം തയ്യാറാക്കുന്ന വിധം: വട്ടത്തിലുള്ള ഒരു താലം തിരഞ്ഞെടുക്കുക. ചന്ദനമോ സിന്ദൂരമോ ഉപയോഗിച്ച് താലത്തിന്റെ മധ്യത്തിൽ സ്വാസ്തിക ചിഹ്നം വരയ്ക്കുക. മധ്യത്തിലായി ഒരു വിളക്ക് വയ്ക്കുക. സാമ്പ്രാണിത്തിരിയും മണിയും വയ്ക്കുക. ശംഖും താലത്തിൽ വയ്ക്കുക. താലത്തിൽ ഒഴിഞ്ഞുകിടക്കുന്ന ഇടങ്ങൾ പൂവുകളാൽ അലങ്കരിക്കുക. ചെമ്പരത്തി പോലുള്ള പൂവുകൾ തിരഞ്ഞെടുത്താൽ താലം കൂടുതൽ ആകർഷകമാകും. പിന്നെ പൂജയ്ക്ക് വേണ്ട സാധനങ്ങൾ: ഓം എന്നെഴുതിയ വെള്ളി നാണയങ്ങൾ, ചിരാതുക്കൾ, കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ സാമ്പ്രാണി, തട്ട്, വിളക്ക്, കൺമഷിത്തട്ട്, പൂജയ്ക്കായുള്ള താലം, പച്ചപ്പാൽ, ലക്ഷ്മി ദേവിയുടെയും ഗണേശ ഭഗവാന്റെയും വിഗ്രഹങ്ങളും ചിത്രങ്ങളും, തിളങ്ങുന്ന പട്ട്, തുണി, മധുര പലഹാരങ്ങൾ, സാമ്പ്രാണിത്തിരി, പുഷ്പങ്ങൾ, താമരപ്പൂവ്, വെള്ളം നിറച്ച കലശം, ആരതി ഒഴിയുന്നതിനുള്ള താലം, അരി. ധാതുകളും വയ്ക്കാൻ ഒരു വലിയ താലം ഉപയോഗിക്കുക. നാണയങ്ങൾക്കായി ഒരു ചെറിയ താലവും ഉപയോഗിക്കുക. അരി, പാൽ എന്നിവ രണ്ടായി ഭാഗിക്കുക. ഒരു ഭാഗം പൂജയ്ക്കായി നീക്കിവെക്കുക. മറ്റൊരു ഭാഗം പൂജയിൽ പങ്കെടുക്കുന്നവർക്ക് നൽകാനായി മാറ്റിവെക്കുക. ചോതി ദീപാവലി ദിനത്തിലാണ് ലക്ഷ്മി ദേവിയുടെയും ഗണേശ ഭഗവാന്റെയും ചിത്രങ്ങൾ ഉപയോഗിക്കുന്നത്. തെളിഞ്ഞ നിറത്തിലുള്ളതായിരിക്കണം പട്ടിന്റെ തുണി. നാണയങ്ങളുടെ താലത്തിലും പൂജ ചെയ്യുന്നയിടത്തും ഇത് വിരിക്കണം. പൂജയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ സാധാരണ ദീപാവലി ദിവസം രാവിലെയാണ് ചെയ്യുന്നത്. വൈകുന്നേരത്തോടെയാണ് പൂജ നടത്തുന്നത്. എല്ലാവരും ഒത്തുചേർന്ന് പടക്കം പൊട്ടിക്കുക, ദീപാലങ്കാരം തുടങ്ങി മറ്റ് ആഘോഷങ്ങൾ എല്ലാം ഇതേ തുടർന്നാണ് ഉണ്ടാവുക. ദീപങ്ങളുടെ ഉത്സവമായ ദീപാവലി ദിനത്തിൽ ശരീരമാസകലം എണ്ണ തേച്ച് കുളിക്കണമെന്ന് പഴമക്കാർ പറയാറുണ്ട്. മറ്റുള്ള വിശേഷ ദിവസങ്ങളിലൊന്നും വ്രതദിനത്തിലും എണ്ണ തേച്ചുകുളി നിഷിദ്ധമെങ്കിലും ദീപാവലിക്ക് എണ്ണ തേച്ചുകളിൽ ഗംഗാദേവിയുടെയും എണ്ണയിൽ ലക്ഷ്മി ദേവിയുടെയും സാന്നിധ്യമുണ്ടാകുമെന്നാണ് വിശ്വാസം. ലക്ഷ്മി പൂജയ്ക്കും ഉത്തമമായ ദിനമാണ് ഇത്. എല്ലാവർക്കും ദീപാവലി ആശംസകൾ.